നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് 9 പേരെ ഒരു വീട്ടിൽ തടവിലിട്ടിരിക്കുകയാണ്. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ജീവനോടെ വെളിയിലിറങ്ങാൻ കഴിയത്തുള്ളൂ. ആ നിഗൂഢമായ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ ഒരാൾക്ക് 5 മില്യൺ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. തടവിലാക്കപ്പെട്ട ആ 9 പേരും അവരുടെ നിലനിൽപ്പിനായിട്ട് പരസ്പരം പോരാടുകയാണ്. എല്ലാ പഴുതുകളും വാതിലുകളും അടച്ചുകൂട്ടിയ ആ വീട്ടിൽ പെട്ടുപോയ 9 പേരുടെ കഥ പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് 2004 പുറത്തിറങ്ങിയ ഹൗസ് ഓഫ് 9. ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നഗരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള 9 പേരെയാണ്. അവരിങ്ങനെ അവരുടെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു യാദൃശ്ചികമായിട്ട് കുറച്ചു പേർ അവരെ തട്ടിക്കൊണ്ടുപോകുന്നത്. എന്ത് കാര്യത്തിലാണെന്നോ എന്ത് ഉദ്ദേശം കൊണ്ടാണെന്നോ അവർ തട്ടിക്കൊണ്ടുപോയതെന്ന് ആ 9 പേർക്കും യാതൊരു നിശ്ചയവുമില്ല. കുറേ പേർ അവരുടെ കാറിലായിരുന്നപ്പോഴായിരുന്നു അവരെ തട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ കുറച്ചു പേരെയാണെങ്കിൽ അവരുടെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവരെ തട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബോധമായ ആ 9 പേരും ഒരു വലിയ നിഗൂഢമായിട്ടുള്ള ഒരു വീടിനുള്ളിലാണ്. തട്ടിക്കൊണ്ടുവന്ന ആ 9 പേരും ആ വീട്ടിലിപ്പോൾ ബോധം പോയിട്ട് മയങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ആ 9 പേരിൽ ആദ്യമേ ബോധം വന്നത് ലിയ എന്ന പെൺകുട്ടിക്കാണ്. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു നിഗൂഢമായ വീടിനുള്ളിലാണ്. അവളുടെ തൊട്ടരികിൽ ബോധമില്ലാതെ കിടക്കുന്നത് ആൽബി എന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ്. ആൽബി എന്ന അയാളെ അവൾ കണ്ടപ്പോൾ ആദ്യമേ അവൾ വിളിച്ചെഴുന്നേൽപ്പിക്കാനല്ല ശ്രമിച്ചത്. അവളിങ്ങനെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആ വീട് മൊത്തം പരിശോധിക്കുകയാണ്. എങ്ങനെ ഈ വീട്ടിൽ വന്നെന്നും എന്താണ് ഈ വീടെന്നുമാണ് അവൾ പരിശോധിക്കുന്നത്. ആ വീട്ടിലെ എല്ലാ ഭാഗത്ത് ചെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അവൾ അന്വേഷിക്കുകയാണ്. സഹായത്തിനായിട്ട് അവൾ ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് നടന്ന് നീങ്ങിയപ്പോഴാണ് ഒരു മുറിയിൽ ബോധമില്ലാതെ 2 ആണുങ്ങൾ കിടക്കുന്നത് അവൾ കണ്ടത്. അവർ 2 പേരെയും ഇവളെ തട്ടിക്കൊണ്ടുവന്നതുപോലെ ആരോ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ലിയ ആദ്യമേ ചെന്നത് ആ വീടിൻ്റെ ആ ഒരു വലിയ വാതിൽ തുറക്കാനായിട്ടാണ്. അവൾ എത്ര തള്ളിയിട്ടും എത്ര വലിച്ചിട്ടും ആ വാതിൽ തുറന്നില്ല. അത്രയും വലിയൊരു വാതിലായിരുന്നു അത്. ആ വാതിലുകൾ തുറക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ലിയ ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ജനലിൻ്റെ കർട്ടനുകളെല്ലാം തുറന്നു നോക്കുകയാണ്. ആ കർട്ടൻ തുറന്നു നോക്കിയപ്പോൾ അവൾ പിന്നീടും ആശ്ചര്യപ്പെട്ടു. കാരണം ഒരു ജനലിന് പകരം അവിടെ ഒരു ഭിത്തിയാണുള്ളത്. പുറമേയുള്ള കാഴ്ചകളോ പുറമേയുള്ള എന്തെങ്കിലുമോ ഒന്നും അവൾക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനുശേഷം അവൾ പോയത് ആ വീടിൻ്റെ ഒരു ബേസ്മെൻറ്റിലേക്കാണ്. ആ വീട്ടിൽ നിന്ന് എങ്ങനെയും വെളിയിലിറങ്ങണം, അതിനുവേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള എക്സിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടാണ് അവൾ ബേസ്മെൻറ്റിലേക്ക് പോയത്. പക്ഷേ അവൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴും ആ ബേസ്മെൻറ്റിലും യാതൊരു വാതിലുകളോ യാതൊരു ജനലോ ഇല്ല. അവിടെയുള്ള ജനലും വാതിലും എല്ലാം തന്നെ ഒരു ഭിത്തി ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. ആ വീട്ടിലെ ഹാളിലും ആ വീട്ടിലെ മുകളിലെ നിലയിലും എല്ലാ ഭാഗത്തും പേടിയോടെ ധൃതിയോടെ അവൾ തപ്പുകയാണ്. എത്രയും പെട്ടെന്ന് അവൾക്ക് ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകണം. ഈ ഒരു ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിലിപ്പോൾ. അങ്ങനെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന പരിഭ്രാന്തിയിൽ അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയപ്പോഴാണ് ലിയയ്ക്ക് ബോധം വന്നത്. അവൾക്ക് ബോധം വന്ന് അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൾ കാണുന്നത് അവളുടെ തൊട്ടരികിൽ ഡഫി എന്ന പേരുള്ള ഒരു പുരോഹിതനെയാണ്. അങ്ങനെ ചുറ്റുപാടും അവൾ നോക്കിയപ്പോൾ അവൾ കണ്ടത് അവളെപ്പോലെ തന്നെ കുടുങ്ങിയ ബാക്കിയുള്ള 8 പേരാണ്. മൊത്തത്തിൽ അവളെപ്പോലെ തന്നെ 9 പേരാണ് ആ വീട്ടിലിപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ലിയയെ പോലെ തന്നെ അവർക്ക് ആർക്കും തന്നെ ഒന്നും മനസ്സിലായിട്ടില്ല അവരെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന്. സംശയത്തോടെയും പേടിയോടെയുമാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കിയത്. അവർക്കെങ്ങനെ ആ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അപ്പോൾ പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്പീക്കറിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം അവരോട് സംസാരിച്ചത്. ആദ്യമേ തന്നെ ആ ഒരു ശബ്ദം അവർ 9 പേരെയും അഭിസംബോധന ചെയ്യുകയാണ്. അതിനുശേഷം അവർ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങളെ 9 പേരെയും ഇവിടെ തിരഞ്ഞെടുത്തിട്ടാണ് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാം ആരായിരുന്നു എന്ന അടിസ്ഥാനത്തിലല്ല, നിങ്ങൾ എന്തായിരുന്നു എന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങളെല്ലാവരെയും തിരഞ്ഞെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ശബ്ദം മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. നിങ്ങൾ 9 പേരെയും ഇവിടെ കൊണ്ടുവന്നത് ഒരു പ്രത്യേക ഗെയിം കളിക്കാനായിട്ടാണ്. ആ ഗെയിമിൻ്റെ അവസാനം നിങ്ങളെല്ലാവരുടെയും ഓരോരുത്തരുടെയും സ്വഭാവം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ പരസ്പരം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ ഗെയിം നടത്തുന്നയാളും അയാളുടെ മനസ്സന്തോഷത്തിനായിട്ടാണ് ഈ ഗെയിം നടത്തുന്നത്. ഈ വീട്ടിലുള്ള 75 ക്യാമറകളും ബാക്കിയുള്ള ഹിഡൻ ക്യാമറകളും പല സ്ഥലത്തും ഘടിപ്പിച്ചിട്ടുള്ള മൈക്രോഫോണിൻ്റെ സഹായത്തോടെ ഈ ഗെയിമിൻ്റെ ഓർഗനൈസർ നിങ്ങളെ വീക്ഷിക്കുകയാണ്. പിന്നീട് ഈ ഗെയിമിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റൂൾ എന്ന് പറയുന്നത് ഈ ഗെയിമിൻ്റെ അവസാനം ഒറ്റൊരാൾ മാത്രമേ ജീവനോടെ കാണത്തുള്ളൂ. ഈ ഗെയിമിൻ്റെ വിജയി എന്ന് പറയുന്നതും അയാൾ തന്നെയായിരിക്കും. ആ വിജയിക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് $5 മില്യൺ. അയാൾക്ക് മാത്രമായിരിക്കും ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ.
പെട്ടെന്ന് തന്നെ ആ കേട്ട ശബ്ദരേഖ അവിടെ നിൽക്കുകയാണ്. അവിടെ കൂടിയിരുന്ന 9 പേരും പരിഭ്രാന്തിയോടെയും സംശയത്തോടെയും പരസ്പരം നോക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് ഇവർ നടത്തുന്നതെന്നും അവർക്ക് യാതൊരു പിടുത്തവുമില്ല. അവർ 9 പേരും പരസ്പരം തമ്മിൽ കുറ്റപ്പെടുത്തുകയാണ്. ആ 9 പേരിൽ കുറച്ചുപേർ മാത്രമാണ് ആ ഗെയിം ശരിക്കും നടത്തുന്നതാണെന്ന് വിശ്വസിച്ചത്. ബാക്കിയുള്ളവർ വിശ്വസിച്ചത് അവരെ പറ്റിക്കാൻ വേണ്ടി കുറച്ചുപേർ നടത്തുന്ന ഒരു പരിപാടി എന്നാണ് കുറച്ചുപേർ വിശ്വസിച്ചത്. എന്നിരുന്നാലും ആ 9 പേർക്കുമുള്ള ഒരു സംശയമെന്ന് പറയുന്നത് ആ ഒറ്റ ഒരാൾ മാത്രം ജയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 8 പേരും മരണപ്പെടുമെന്നതാണ്. ആ പറഞ്ഞ കാര്യവും യഥാർത്ഥത്തിൽ നടക്കുമോ എന്നാണ് അവരുടെ എല്ലാം സംശയം. ഇതുകൂടെ കേട്ടപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ പേടിയായത്. അങ്ങനെ അവർ പേടിച്ചിരുന്നപ്പോഴാണ് ജയ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുത്തത്. ജയ് ഉടൻ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് ബാക്കിയുണ്ടായിരുന്നവരുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം അവനൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളും ഈ നടത്തുന്ന ഈ ഗെയിമും സത്യമാണെങ്കിൽ നമ്മളെ തട്ടിക്കൊണ്ടുവന്നവർ ഈ തോക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത് അവർ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടാവണം. ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ആ തോക്ക് അവർ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാതിരുന്നത്. പക്ഷേ ജയുടെ കയ്യിലുള്ള ആ തോക്ക് കണ്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ജയ് ഒരു കാര്യം അവരോടെല്ലാം പറഞ്ഞത്. ആ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പോലീസുകാരനാണ് താനെന്ന്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും അവൻ്റെ കയ്യിൽ മാത്രം അവൻ്റെ കൂടെ ആ തോക്ക് വെക്കാൻ സമ്മതിച്ചതിൽ ഒരു അമർഷമാണ് തോന്നിയത്. അവരുടെ ഇടയിൽ ജയ്ക്ക് മാത്രമാണ് കയ്യിൽ ഒരു വെപ്പൺ ഉള്ളത്. ആ ഒരു തോക്ക് അവൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ അമർഷം ആൽബി ജയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആൽബി ജയുമായിട്ട് ഒരു വാക്ക് തർക്കത്തിലേക്ക് വരെ എത്തുകയാണ്. ജയ് ഒരു പോലീസുകാരനാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആൽബിക്ക് ശരിക്കും ദേഷ്യം വന്നത്. കാരണം അവൻ്റെ സഹോദരൻ മരണപ്പെട്ടത് ഇതുപോലെ ഒരു പോലീസുകാരൻ്റെ കയ്യിലെ തോക്കിൽ നിന്ന് വെടികൊണ്ടാണ്. അവർ രണ്ടുപേരും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രാൻസിസ് എന്ന മറ്റൊരാൾ അവരുടെ ഇടയ്ക്ക് കയറിയൊന്ന് സംസാരിച്ചത്. അയാൾ അയാളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു ഗെയിം ഓർഗനൈസ് ചെയ്തവർക്ക് നമ്മൾ പരസ്പരം അടിയുണ്ടാക്കി പരസ്പരം മരിക്കണമെന്നാണ് അയാളുടെ ആഗ്രഹം. ഫ്രാൻസിസ് പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. അതുമാത്രമല്ല, അവൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ജയും ശരിവെക്കുകയാണ്. അതുമാത്രമായിരിക്കില്ല, ഈ ഗെയിമിൽ ജയിക്കുന്നയാളും ജീവനോടെ തന്നെ വെളിയിലിറങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഈ ഗെയിമിൽ ജയിക്കുന്നയാളെയും കൂടെ ഇവർ കൊല്ലാനും സാധ്യതയുണ്ട്. ഫ്രാൻസിസ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ജയ് അങ്ങനെ കൂടിയിരുന്ന ബാക്കിയുള്ള 8 പേരോടുമായിട്ട് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ 9 പേരും ഒരുമിച്ച് നിന്ന് ഇവിടെ മത്സരിക്കാം. മത്സരിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ നിന്ന് എങ്ങനെ വെളിയിലിറങ്ങണമെന്ന് നമ്മൾ നോക്കണം. ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ഏതെങ്കിലും ഒരു വഴി കാണും. നമ്മൾ ഒരുമിച്ച് നിന്ന് ആ ഒരു വഴി കണ്ടുപിടിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ജയ് ആദ്യമേ തന്നെ ഒരു ഐഡിയ പറയുകയാണ്. അവിടെ ആ ഹാളിലുണ്ടായിരുന്ന ആ വലിയ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ച് ആ വലിയ ഫ്രണ്ട് ഡോറ് ഇടിച്ച് തകർക്കുക. അങ്ങനെ തകർക്കുന്നത് വഴി നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ആ ഡൈനിങ് ടേബിളിന് വലിയ ഭാരമാണ്. അതുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് ആ ഒരു ഡൈനിങ് ടേബിൾ ഉയർത്തിക്കൊണ്ട് ഫ്രണ്ട് ഡോറിന് മുൻപിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ അവരുടെ കൂടെ ക്ലെയർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം അവരെ സഹായിക്കാൻ കൂടിയില്ല. അവൾ മാത്രം ഒരു മൂലയിലേക്ക് മാറിയിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതും നോക്കി നിൽക്കുകയായിരുന്നു. അവർ 8 പേരും ചേർന്ന് ആ ഡൈനിങ് ടേബിൾ പിടിച്ചുകൊണ്ട് ആ ഫ്രണ്ട് ഡോറിലേക്ക് ഇടിപ്പിക്കുകയാണ്. അവർ എത്ര തവണ ഇടിച്ചിട്ടും ആ വാതിലിന് ഒരു കുലുക്കവുമില്ല. ആ ഒരു ശ്രമമെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം ജെ അവൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അവിടെയുള്ള ഭിത്തിയിലേക്ക് വെടിവെക്കുകയാണ്. പക്ഷേ വെടിവെക്കുന്നതല്ലാതെ ആ ഭിത്തിക്ക് യാതൊരു മാറ്റവും വന്നില്ല. ചെറിയ കുറച്ച് പോറലുകൾ അല്ലെങ്കിൽ ചെറിയ വിടവുകൾ മാത്രമേ ആ ഭിത്തിയിൽ ആ വെടിയുണ്ട വരത്തിയുള്ളൂ. അവർ നോക്കിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. ഇനിയും ഏതെങ്കിലും രീതിയിൽ പുറത്തേക്കുള്ളൊരു വാതിലുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് അവരെല്ലാം പറയുകയാണ്. അങ്ങനെ ആ വീടിൻ്റെ എല്ലാ ഭാഗവും അവർ ഒരുമിച്ച് ചേർന്ന് പരിശോധിക്കുന്നു. എന്തായാലും ഈ വീടിന് വെളിയിലിറങ്ങാനുള്ള ഒരു എക്സിറ്റ് കാണും. കാരണം അങ്ങനെയൊരു വാതിലില്ലാതെ ഒരിക്കലും ഇവർക്ക് അകത്ത് കയറാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ജയ്ക്ക് അവിടെ ബേസ്മെൻറ്റിൽ നിന്ന് ഒരു ഇരുമ്പ് തണ്ട് കിട്ടിയത്. ആ കിട്ടിയ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ബേസ്മെൻറ്റിൻ്റെ ഒരു ഭാഗം അവൻ കുത്തിപ്പൊളിക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആ ഫ്ലോർ കുത്തിപ്പൊളിച്ചപ്പോഴാണ് അതിൻ്റെ അടിയിൽ പിന്നീട് ഒരു മെറ്റൽ ഫ്ലോറാണെന്ന് അവന് മനസ്സിലായത്. അങ്ങനെ ആൽബി മറ്റൊരു മുറിയുടെ റൂഫിലേക്ക് നോക്കിയപ്പോഴാണ് തടി കൊണ്ടുള്ള ഒരു പിടി അവൻ കണ്ടത്. അതിൽ പിടിച്ച് വലിച്ച് തള്ളി നോക്കിയപ്പോഴാണ് അതും സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്ലെയർ എന്ന ആ പെണ്ണ് മാത്രം ഇതിനൊന്നും അവരുടെ കൂടെ പങ്കുകൂടുന്നില്ല. അവൾ ആ ഹാളിലുണ്ടായിരുന്ന അലമാരയിൽ നിന്ന് കുറച്ച് മദ്യമെടുത്ത് അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ള 8 പേർക്കും മനസ്സിലായി ഇനിയും തിരഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ലെന്ന്. അവരെല്ലാവരും അങ്ങനെ ആ ലിവിംഗ് റൂമിലേക്ക് വരുന്നു. അവർ ലിവിംഗ് റൂമിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ക്ലെയർ യാതൊരു സഹായം ചെയ്യാതെ അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടത്.
ഉടൻ തന്നെ ബാക്കിയുള്ള എല്ലാവരും അവളെ ശകാരിക്കുകയാണ്. അതുമാത്രമല്ല, ആ മദ്യക്കുപ്പികളുള്ള ആ അലമാര ജെ പൂട്ടി വെക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാവരും മദ്യപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവർക്ക് ഇതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും ആ ലിവിംഗ് റൂമിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവർ പരസ്പരം ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. ഈ ഗെയിമിൻ്റെ ഓർഗനൈസർ നമ്മൾ തമ്മിൽ തല്ലി അടിയുണ്ടാക്കി ഇവിടെ മരണപ്പെടണമെന്നാണ് അയാളുടെ ആഗ്രഹം. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചൊരു ഉറപ്പ് വെക്കുകയാണ്. എന്ത് കാരണം വെച്ചാലും നമ്മൾ തമ്മിൽ ഒരിക്കലും അടിയുണ്ടാക്കി കൊല ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് അവരുടെ ഇടയിൽ നിന്ന് ആൽബി ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ ഇങ്ങനെയൊക്കെ പരസ്പരം ഉറപ്പ് നൽകിയെങ്കിലും ഇവിടെ മനസ്സിൻ്റെ ഉള്ളിൽ പലർക്കും ആ സമ്മാനത്തുകയായിട്ടുള്ള 5 മില്യൺ നേടണമെന്നുണ്ട്. അതുകൊണ്ട് അവർ ആ കാശിന് വേണ്ടി എന്തും ചെയ്യാനും മടിക്കത്തില്ല. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ആ കിച്ചണിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. അവരെല്ലാവരും തന്നെ ഉടനെ കിച്ചണിലേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും സാധനങ്ങളും എല്ലാം ലിഫ്റ്റ് പോലുള്ള ഒരു ചെറിയ സംവിധാനത്തിൽ അവർക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ചിക്കനും ഓരോ കഷ്ണം ഉരുളക്കിഴങ്ങുമാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കുന്നതിനിടയിൽ വെച്ച് തന്നെ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെടാനും തുടങ്ങി. ഡഫി എന്ന ആ പുരോഹിതൻ ആദ്യമേ തന്നെ അയാൾ സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം പോലീസുകാരനായിട്ടുള്ള ജെ. ലീ എന്ന പെൺകുട്ടി ഒരു ഡാൻസറാണ്. ക്ലെയർ എന്ന പെണ്ണ് ആ നാട്ടിലെ തന്നെ ഒരു പ്രശസ്തിയായ ഒരു ടെന്നീസ് പ്ലെയറാണ്. ഫ്രാൻസിസ് ഒരു മ്യൂസീഷ്യനും സിന്ധ്യ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ ഹൗസ് വൈഫ്. മാക്സ് എന്ന് പറയുന്ന മറ്റൊരാൾ ഒരു ഫാഷൻ ഡിസൈനർ. ആൽബി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒരു റാപ്പറാണ്. അങ്ങനെ അവസാനമായിട്ട് പരിചയപ്പെട്ടത് ഷോന എന്ന പെൺകുട്ടിയാണ്. അവൾ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ഒരു പെൺകുട്ടിയാണ്. അതുമാത്രമല്ല, അവളുടെ കാലിൽ പോലീസുകാർ തന്നെ ഘടിപ്പിച്ച ഒരു ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു. അവൾ എവിടെയൊക്കെ പോകുന്നു, എത്ര ദൂരം യാത്ര ചെയ്തു എന്നെല്ലാം അവളെ ട്രാക്ക് ചെയ്യാനായിട്ടാണ് പോലീസുകാർ അങ്ങനെ ചെയ്തത്. അവൾ പരോളിലിറങ്ങിയ ഒരു പ്രതിയാണല്ലോ, അതുകൊണ്ടാണ് അവളുടെ കാലിൽ അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് പോലീസുകാർ ഘടിപ്പിച്ചത്. പക്ഷേ ഈ കാര്യം അറിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും ഒരു ചെറിയ പ്രതീക്ഷയാണ് വന്നത്. കാരണം അവളെ കാണാതെ വരുമ്പോൾ പോലീസുകാർ തന്നെ അവരെ ട്രാക്ക് ചെയ്ത് ഈ സ്ഥലത്തേക്ക് വരും. അങ്ങനെ ലീ എന്ന ആ പെൺകുട്ടി അവൾക്ക് കിട്ടിയ ആ ഒരു ചിക്കൻ കഷ്ണം അവൾ കഴിക്കുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ആ ഒരു ചിക്കൻ കഷ്ണത്തിന് വേണ്ടി അവിടെ അടികൂടാൻ തുടങ്ങി. പക്ഷേ ജെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഉരുളക്കിഴങ്ങെടുത്ത് അവൾക്ക് കൊടുത്തതിന് ശേഷം അവളുടെ കയ്യിലുള്ള ആ ചിക്കൻ കഷ്ണം അവൻ വാങ്ങുകയാണ്. അങ്ങനെ അവർക്കിടയിലുണ്ടായിരുന്ന ആ ഒരു അടി ഒത്തുതീർപ്പാവുകയാണ്. അതിനിടയിൽ ആൽബി അവൻ്റെ മറ്റൊരു കാര്യം പറയുന്നു. അവനൊരു ഫേമസ് റാപ്പറാകാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു റെക്കോർഡ് കമ്പനിയുമായിട്ട് കരാറിലെത്തിയപ്പോഴാണ് ഇവർ ഇങ്ങോട്ടേക്ക് എന്നെ തട്ടിക്കൊണ്ട് വന്നത്. അതിൻ്റെ കൂടെ അവരെല്ലാവരെയും ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ആൽബി അവൻ ചെയ്തു വെച്ച അവൻ്റെ ഒരു റാപ്പ് അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കിടക്കാനുള്ള മുറികൾ 9 പേർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതിൽ 5 മുറികളും 5-ൽ 2 ബെഡ് വെച്ചാണുള്ളത്. അതിൽ ഡഫി എന്ന് പറയുന്നത് ഒരു പുരോഹിതനായതുകൊണ്ട് അയാൾക്ക് മാത്രമായിട്ട് അവർ ഒരു മുറി നൽകി. ഫ്രാൻസിസും അവൻ്റെ വൈഫ് സിന്ധ്യയും ഒരുമിച്ച് ഒരു മുറിയിലായിരിക്കും. ഇനി ബാക്കിയുള്ള 6 പേരും ഒരു മുറിയിൽ 2 പേര് വെച്ച് ബാക്കിയുള്ള 4 മുറികളും അവർ ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് ഓരോരുത്തരും അവരുടെ കൂടെ കിടക്കേണ്ടവർ ആരാണെന്ന് നറുക്കിടുകയാണ്. ജയ് എന്ന പോലീസുകാരന് റൂം പാർട്ട്ണറായിട്ട് കിട്ടിയത് ലിയ എന്ന ആ പെൺകുട്ടിയാണ്. ക്ലെയർ എന്ന പെൺകുട്ടി ഷോനയുടെ കൂടെയും അവസാനം മാക്സ് ആൽബിയുടെ കൂടെയുമാണ് റൂം ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ജോഡികളുമായിട്ട് അവർക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത ആ മുറിയിലേക്ക് അവർ പോവുകയാണ്. എല്ലാവരും അവരവരുടെ മുറിയിൽ പോയിരുന്നപ്പോഴാണ് ക്ലെയറിൻ്റെ റൂം പാർട്ണറായിട്ടുള്ള ഷോന ക്ലെയറിൻ്റെ ബാഗിൽ തപ്പുന്നത് അവൾ ശ്രദ്ധിച്ചത്. ഇത് കണ്ട ക്ലെയറിന് ശരിക്കും അവളോട് അരിശം തോന്നി. അവളുടെ ബാഗ് എടുത്ത് പരിശോധിച്ചതിന് ദേഷ്യപ്പെട്ടാണ് ക്ലെയർ അവളോട് സംസാരിച്ചത്. അതിൻ്റെ പേരിൽ 2 പേരും വാക്കുതർക്കത്തിൽ വരികയായി. ആൽബി അവനിരിക്കുന്ന റൂമിൽ വെച്ചതിനെ പണ്ടവൻ പഠിച്ച റാപ്പ് സോങ് തനിയെ പാടാൻ തുടങ്ങി. ഇതേ സമയം അവൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള മാക്സിൻ്റെ ആകുലത എന്തെന്നാൽ അവന് ഇട്ടിരിക്കുന്ന ആ വസ്ത്രം മാത്രമേ പിന്നീട് അങ്ങോട്ട് ധരിക്കാൻ മാത്രമുള്ളെന്നാണ് അവൻ്റെ ആകുലത. അതുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ജാക്കറ്റ് അവിടെയുള്ള ടാപ്പിന് മുകളിലേക്ക് അവൻ തൂക്കിയിടുകയാണ്. ഡഫി എന്ന ആ പുരോഹിതൻ അയാളുടെ മുറിയിൽ വെച്ച് അയാൾക്ക് കിട്ടിയ സമയം മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ട് വിനിയോഗിച്ചു. ലിയയും ജെയുമുള്ള മുറിയിൽ അവർ പരസ്പരം അവരുടെ ഓരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതേ സമയമാണ് ഫ്രാൻസിസ് അവൻ്റെ മുറിയിൽ വെച്ച് സിന്ധ്യ എന്ന അവൻ്റെ വൈഫിനോട് ഒരു കാര്യം പറഞ്ഞത്. ഈ ഗെയിമിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും കിട്ടാത്ത കാശാണ് ഈ ഗെയിമിലൂടെ കിട്ടുന്നത്. പക്ഷേ സിന്ധ്യയ്ക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
കാരണം ഈ വീട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ആ പ്രൈസ് മണി കിട്ടത്തുള്ളൂ. അയാൾ മാത്രമേ ജീവനോടെ ഇതിന് വെളിയിലും ഇറങ്ങത്തുള്ളൂ. അങ്ങനെ അവരെല്ലാവരും കിടന്നുറങ്ങി മണിക്കൂറുകൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് ജയയുടെ മുറിയിലേക്ക് ആരോ പെട്ടെന്ന് കയറി വന്നത്. ആ ഇരുട്ടിൽ വെച്ച് തന്നെ ജയനെ അയാൾ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള അടിപിടിക്കിടയിൽ ജയ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പെട്ടെന്നെടുത്തു. ജയ് തോക്കെടുക്കുന്നത് കണ്ടിട്ടാവണം മുറിയിലേക്ക് കയറി വന്ന അയാൾ പെട്ടെന്ന് തന്നെ ആ മുറിക്ക് വെളിയിലേക്ക് ഓടിപ്പോവുകയാണ്. മുറിയിലെങ്ങും ഇരുട്ടായതുകൊണ്ട് ജയ്ക്ക് അയാളുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല. ബഹളം കേട്ടിട്ട് ബാക്കിയുള്ള മുറിയിലെ എല്ലാവരും ഓടിക്കൂടുകയാണ്. അവിടേക്ക് ഓടിക്കൂടി അവരെല്ലാവരും പരസ്പരം പഴിക്കാൻ തുടങ്ങി. ജയനെ ആക്രമിക്കാൻ വന്നതും അവനെ കൊല്ലാൻ ശ്രമിച്ചതും നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണെന്നാണ് അവർ പരസ്പരം കുറ്റം പറഞ്ഞത്. ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് എല്ലാവർക്കും അവരിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. ജയ്ക്കാണെങ്കിൽ അവരിൽ ഏറ്റവും കൂടുതൽ സംശയം തോന്നിയത് ആൽബിക്ക് നേരെയാണ്. കാരണം അവർ വന്നപ്പോൾ തൊട്ട് അവർ പരസ്പരം ഒത്തുപോകുന്നില്ലായിരുന്നു. ആൽബി ഒരു പോലീസുകാരനാണ് എന്ന കാരണം കൊണ്ട് തുടക്കത്തിലെ തന്നെ ജയ്ക്ക് നേരെ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ജയ്യുടെ സംശയം കൂട്ടാൻ കാരണമാക്കി. ആൽബി ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അവൻ്റെ നിറത്തെ കളിയാക്കിയും അതിനെ കുറ്റപ്പെടുത്തിയും ജയ് സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ജയ് അവൻ്റെ കയ്യിലുള്ള തോക്ക് അവർക്ക് നേരെ നീട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയമാണ് ഡഫി എന്ന ആ പുരോഹിതൻ അവരെല്ലാവരെയും സമാധാനിപ്പിച്ചത്. അവർ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ചിട്ട് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോകാനായിട്ട് അയാൾ നിർദ്ദേശിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവരെല്ലാവരും ആ ലിവിംഗ് റൂമിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. തലേ ദിവസം നടന്ന ആ ഒരു ആക്രമണം തന്നെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അവിടെ ഇരുന്ന് അവർ പരസ്പരം പഴിക്കാൻ തുടങ്ങി. പലർക്കും പലരുടെ മേലും സംശയം തോന്നി. അവർ തമ്മിലുള്ള ആ ഒരു ചർച്ച അവർ തമ്മിലുള്ള ആ വലിയ വാക്കുതർക്കം വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. മാത്രമല്ല അവർ തമ്മിലുള്ള ആ വാക്കുതർക്കം ഒരു അടിയിലേക്ക് വരെ എത്താനിടയായി. അങ്ങനെ ഇരിക്കെയാണ് വെളിയിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം അവർ ശ്രദ്ധിച്ചത്. ഷോനയുടെ കാറിലുള്ള ആ ബ്രേസ്ലെറ്റ് ട്രാക്ക് ചെയ്ത് പോലീസുകാർ വെളിയിൽ വന്നതായിരിക്കുമെന്നാണ് അവരെല്ലാം വിചാരിച്ചത്. അവരെല്ലാവരും ഫ്രണ്ട് ഡോറിൻ്റെ മുൻപിലേക്ക് ചെന്ന് വാതിലിൽ ആഞ്ഞു കൊട്ടാൻ തുടങ്ങി. അവരെ രക്ഷിക്കുന്നതിനായിട്ട് അവർ അങ്ങനെ അലറിക്കരയുകയാണ്. പക്ഷേ ഫ്രാൻസിസ് എന്ന അയാൾ കുറച്ച് അകലെ മാറിയിരുന്ന് ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. യാതൊരു ഗുണമില്ലാത്തൊരു കാര്യമാണ് ബാക്കിയുള്ള 8 പേരും ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് അയാൾ മനസ്സിൽ വിചാരിച്ചത്. എല്ലാവരും വാതിലിൻ്റെ മുൻപിൽ നിന്ന് ബഹളം വെക്കുന്നത് കണ്ടിട്ട് ജയ് അവൻ്റെ തോക്കെടുത്ത് മുകളിലേക്ക് ഒരു വെടി ഉതിർത്തു. അവൻ വെടിവെച്ച് ഉടനെ തന്നെ പുറത്തുനിന്ന് കേട്ടിരുന്ന ആ ശബ്ദവും ഇല്ലാതെയായി. പുറത്തുനിന്ന് കേട്ട ആ ശബ്ദവും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും സങ്കടത്തിലായി. എല്ലാവരും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്ന അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള രക്ഷപ്പെടലുമില്ലെന്ന് അവർ പരസ്പരം മനസ്സിലാക്കി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും നിരാശയിലും സങ്കടത്തിലുമാണ്ടിരിക്കുകയാണ്. ജയ് ഇങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യകുപ്പികൾ സൂക്ഷിച്ചിരുന്ന ആ അലമാരയുടെ താക്കോൽ അവരുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ഡഫി എന്ന പുരോഹിതരൊഴികെ ബാക്കി എല്ലാവരും അലമാരയിൽ നിന്ന് മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു അവസരത്തിൽ എല്ലാ കാര്യങ്ങളും മറക്കുന്നതിനായിട്ട് അവർ ആ മദ്യത്തെ തന്നെ ആശ്രയിച്ചു. അവരുടെ സങ്കടങ്ങളും അവരുടെ നിരാശകളും മറക്കുന്നതിനായിട്ട് അവർ അവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തു. അവരെല്ലാവരും പരസ്പരം മദ്യപിച്ചും ഡാൻസ് കളിച്ചും അവർക്കുണ്ടായിരുന്ന സമയങ്ങൾ അവർ ചെലവഴിച്ചു. ഇതേ സമയം മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഫ്രാൻസിസ് ലിയയുടെ അടുത്ത് ഒരു തെറ്റായ സമീപനം നടത്തി. പക്ഷേ ലിയ അതിന് വഴങ്ങിയില്ല. അയാൾക്കൊരു ഭാര്യയുണ്ടെന്ന കാര്യം ലിയ അയാളെ ഓർമ്മിപ്പിച്ചു. ലിയ അവിടെ നിന്ന് മാറിപ്പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു കുപ്പി മദ്യവുമായിട്ട് ഫ്രാൻസിസ് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. അതിനുശേഷം അവൻ്റെ മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് ആരും കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി ആ കുപ്പി പൊതുങ്ങി വെച്ചതിന് ശേഷം അത് തല്ലി തകർത്തു. അങ്ങനെ അവന് ലഭിച്ച ആ കുപ്പിച്ചില് ഒരു ആയുധമാക്കി ഉപയോഗിക്കാനായിരുന്നു അവൻ മനസ്സിൽ കണ്ടത്. അതിൽ ഒരു വലിയ കുപ്പിച്ചിലെടുത്ത് വാതിലിന് മുകളിൽ ആര് കാണാതെ അവൻ സൂക്ഷിച്ചു വെച്ചു. ബാക്കിയുണ്ടായിരുന്ന കുപ്പിച്ചിലെല്ലാം ടോയ്ലറ്റിൻ്റെ ഫ്ലഷിൽ അവൻ എടുത്തു വെച്ചു. ലിവിംഗ് റൂമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും മദ്യപിച്ച് അവരുടെ ബോധം പോയിരിക്കുകയാണ്. പലരും അവരവരുടെ മുറിയിലേക്ക് തിരികെ പോയി. ബാക്കി എല്ലാവരും പോയപ്പോൾ ലിവിംഗ് റൂമിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് ആൽബിയും ഫ്രാൻസിസിൻ്റെ വൈഫായിട്ടുള്ള സിന്ധിയും മാത്രമാണ്. അവർ രണ്ടുപേരും ഡാൻസ് കളിച്ചപ്പോൾ പരസ്പരം അവർക്കൊരു അടുപ്പം തോന്നി. പെട്ടെന്നായിരുന്നു ഫ്രാൻസിസ് ആ മുറിയിലേക്ക് കയറി വന്നത്. ആൽബിയും സിന്ധിയും ഡാൻസ് കളിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ച് ഫ്രാൻസിസ് ആൽബിയുടെ നേരെ ഓടി വന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു അടിയായി. അവർ തമ്മിൽ അടി കൂടുമ്പോൾ സിന്ധിയ അവരെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനിടയിൽ അബദ്ധത്തിൽ ആൽബി സിന്ധിയെ പിടിച്ചു തള്ളി. ആ തള്ളിയതിൻ്റെ ആഘാതത്തിൽ സിന്ധിയുടെ തല ഒരു ഭിത്തിയിൽ പോയി ഇടിച്ചു. അവിടെ വെച്ച് തന്നെ സിന്ധി അങ്ങനെ മരണപ്പെടുകയാണ്. ആൽബി പെട്ടെന്ന് തന്നെ തനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് എല്ലാവരോടും പറയാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ അവൻ്റെ വാക്ക് കേട്ടില്ല. ഉടനെ പോലീസുകാരനായിട്ടുള്ള ജയ് ആൽബിക്ക് നേരെ തോക്ക് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി
അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ കൊണ്ടുപോയി അവനെ പൂട്ടിയിട്ടു. ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും സിന്ധ്യയുടെ ബോഡി ഒരു ഷീറ്റ് വെച്ച് പൊതിഞ്ഞതിനു ശേഷം താഴെയുണ്ടായിരുന്ന ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി വെച്ചു. പിന്നീടുണ്ടായിരുന്ന അവരുടെ എല്ലാവരുടെ സമയം അവർ നിരാശയിലായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മരണപ്പെട്ടത്. ഇങ്ങനെ പോയാൽ ഓരോരുത്തരും മരണപ്പെടുമെന്ന് ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ ഭയം തോന്നി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ എല്ലാവരും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത്രയും നേരം അവർ ഇവിടെ ഇരുന്നതുകൊണ്ട് അവിടെ എല്ലാവർക്കും അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് അവർക്ക് അവരുടെ മുൻപിലേക്ക് ഭക്ഷണം വന്നത്. പക്ഷേ ഈ തവണ അവർക്കുണ്ടായിരുന്ന അളവിനേക്കാളും കുറവായിരുന്നു ഭക്ഷണം. മുറിക്കുള്ളിൽ വെച്ച് തന്നെ ആൽബിക്ക് അവൻ്റെ ഭക്ഷണം വേണമെന്ന് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും ആൽബിക്ക് അവൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്ക് നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു. അവരുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ജെ ഒരു പങ്ക് ആൽബിക്ക് നൽകി. പക്ഷേ എല്ലാവർക്കും ലഭിക്കുന്നതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമായിരുന്നു ജെ ആൽബിക്ക് നൽകിയത്. ഈ ഒരു അവസ്ഥ കണ്ട് സഹതാപം തോന്നി ഡഫി എന്ന പുരോഹിതൻ അയാളുടെ ഒരു പങ്കുമായിട്ട് ആൽബിയുടെ അടുത്തേക്ക് ചെന്നു. ആൽബിനെ ലോക്ക് ചെയ്ത ആ മുറിയുടെ വാതിൽ തുറക്കാൻ വന്നപ്പോഴാണ് ശബ്ദം കേട്ട് ജെ ഓടിക്കിതച്ച് അയാളുടെ അടുത്തേക്ക് ഓടി വന്നത്. പക്ഷെ അപ്പോഴേക്കും ഡഫി ആ വാതിൽ തുറന്നിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന ആൽബി ആ മുറി പൂട്ടാൻ ഉപയോഗിച്ച ആ ഇരുമ്പ് തണ്ടെടുത്ത് പെട്ടെന്ന് തന്നെ അവൻ ജെയുടെ തലക്കടിച്ചു. ഒരു ദാക്ഷിണ്യം കാണിക്കാതെ നിലത്ത് വീണ് കിടന്ന ജെയുടെ തലയ്ക്ക് അവൻ പലവട്ടം അടിച്ചു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് ആൽബിക്ക് ബോധം വന്നത്. ആൽബി പെട്ടെന്ന് തന്നെ പരിഭ്രാന്തിയുടെയും നിരാശയുടെയും അവനുണ്ടായിരുന്ന ആ മുറിയിലേക്ക് തിരികെ കയറിപ്പോയി. അടികൊണ്ട് നിലത്ത് കിടന്ന ജെയുടെ അരികിലേക്ക് ഡഫി വന്ന് പരിശോധിച്ചപ്പോൾ ജെയ്ക്ക് ജീവനുണ്ടായിരുന്നു. പക്ഷേ ജെയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. ജെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ജെയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഡഫിക്ക് കൈമാറി. അങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവരും ജെയുടെ മരണത്തിൽ സങ്കടപ്പെട്ടു. ജെയുടെ ബോഡിയും അവരെല്ലാവരും ചേർന്ന് ഒരു തുണി ഉപയോഗിച്ച് മൂടിയതിനു ശേഷം സിന്ധ്യയുടെ ബോഡി വെച്ച ആ ബേസ്മെൻറ്റിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. അതിനെല്ലാം ശേഷം അവർക്ക് കഴിക്കാൻ ലഭിച്ച ഫുഡ് മുമ്പത്തേതിനേക്കാൾ കൂടുതലായിരുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ചെറിയ കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പേരെ കൊന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ ഭക്ഷണം. അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ എക്സ്ട്രാ വൈനും ആഘോഷിക്കാനായിട്ട് അവർക്ക് നൽകി. ഇപ്പോൾ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നത് ലിയയും ഡഫിയും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവർക്കും പേടിയും ഭയവുമാണ് മനസ്സിൽ. അതുകൊണ്ട് അവരെല്ലാം അവരുടെ ഭക്ഷണം എടുത്തുകൊണ്ട് തനിയെ പോയിരുന്ന് കഴിച്ചു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് കുറച്ച് ഭക്ഷണവും വൈനുമായിട്ട് ആ മുറിയിലുള്ള ആൽബിയുടെ അടുത്തേക്ക് ചെന്നത്. തൻ്റെ ഭാര്യ സിന്ധ്യ മരിച്ചതിൽ യാതൊരു വിഷമവും ഫ്രാൻസിസിനില്ല. കൂടെയുള്ള 2 പേർ മരണപ്പെട്ടല്ലോ എന്നോർത്ത് അവന് സന്തോഷമായിരുന്നു. ഒരു കയ്യബദ്ധത്തിൽ വന്ന അപകടത്തിലല്ലേ സിന്ധ്യ മരിച്ചത്. അതുകൊണ്ട് ഫ്രാൻസിസ് ആൽബിക്ക് മാപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞുപോയി. ആൽബിയുടെ മുറിയിൽ നിന്ന് യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. അത് മനസ്സിലാക്കിയ ഡഫിയും ലിയയും അവൻ്റെ മുറിയിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് അവർ 2 പേരും ഞെട്ടിപ്പോയി. ആൽബിനെ കൊന്നിട്ട് ആരോ ആ സീലിങ്ങിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ആൽബിയുടെ കഴുത്തിൽ മുറുകി കിടക്കുന്ന ആ സ്കാർഫ് എന്ന് പറയുന്നത് മാക്സിൻ്റെയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കൊലപാതകം നടത്തിയത് ഫ്രാൻസിസ് ആയിരുന്നു. മാക്സിൻ്റെ നേരെ കെട്ടിച്ചമത്താനായിരുന്നു ആ മാക്സിൻ്റെ സ്കാർഫും അവൻ ഉപയോഗിച്ചത്. ആൽബി മരണപ്പെട്ടു എന്ന കാര്യം ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരും അറിഞ്ഞു. അവരെല്ലാവരും പരസ്പരം ഇപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഫ്രാൻസിസ് സിന്ധ്യയെ കൊന്നതിന് ആൽബിയുടെ പ്രതികാരം വീട്ടിയതാണെന്നാണ് അവിടെയുള്ള ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്രാൻസിസ് അവരെല്ലാം പറഞ്ഞ ആ പ്രസ്താവന തള്ളിപ്പറയുകയാണ്. ആൽബി സ്വയം തൂങ്ങി മരിച്ചു എന്നാണ് അവൻ ആദ്യമേ പറഞ്ഞത്. അതിനുശേഷം ആ ഒരു കുറ്റം മാക്സിൻ്റെ തലയിലേക്ക് ചുമത്താനും ഫ്രാൻസിസ് ശ്രമിച്ചു. അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഫ്രാൻസിസ് പറഞ്ഞത് മാക്സിൻ്റെ സ്കാർഫ് ആൽബിയുടെ കഴുത്തിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നതാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ വാക്കുതർക്കം നീണ്ടു പോവുകയാണ്. അവർ തമ്മിലുള്ള ആ അടി ഒത്തുതീർപ്പാക്കിയതും ഈ തവണയും ഡഫി എന്ന ആ പുരോഹിതനാണ്. നമ്മളിവിടെ വെറുതെ അടി കൂടുന്നതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. ഡഫി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പല ഭാഗത്തേക്കായിട്ട് മാറിപ്പോവുകയാണ്. കാരണം ഇപ്പോൾ ആർക്കും ആരുടെയും കൂടെ നിൽക്കാൻ താല്പര്യമില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡഫിയും ലിയയും ചേർന്നാണ് ആൽബിയുടെ ബോഡി പൊതിഞ്ഞുകൊണ്ട് ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി വെച്ചത്. ഇതേ സമയം തന്നെ ഫ്രാൻസിസിന് അവൻ്റെ മനോനില തകർന്നിരിക്കുകയാണ്. ഇത്രയും സമയം ഇവിടെ അകപ്പെട്ടതുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെയാണ് അവൻ പെരുമാറുന്നത്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഷോന എന്ന പെൺകുട്ടി ക്ലെയറിൻ്റെ ബാഗിലുള്ള കുറച്ച് വസ്തുക്കൾ എടുക്കുന്നത് കണ്ടപ്പോൾ ക്ലെയർ അത് കണ്ടു. അങ്ങനെ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കമായി. അതിൻ്റെ പേരിൽ അവർ 2 പേരും തമ്മിൽ അടികൂടാനും തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള വഴക്ക് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒതുങ്ങി. ഷോന അവളുടെ കയ്യിലുള്ള സിഗരറ്റ് എടുത്ത് ആ മുറിയുടെ ഒരു ഭാഗത്തേക്ക് ചെന്ന് അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോഴാണ് പുറകെ കൂടെ ക്ലെയർ വന്ന് സ്ക്രൂ ഡ്രൈവർ പോലുള്ള ഒരു വസ്തു ഉപയോഗിച്ച് ഷോനയുടെ തലക്കടിക്കുകയാണ്. ഇതേ സമയം മറ്റൊരു മുറിയിൽ ലിയ അവളുടെ മുഖം കഴുകുകയായിരുന്നു.
അപ്പോഴാണ് ഫ്രാൻസിസ് പെട്ടെന്ന് അവളുടെ പുറകെ വന്നു നിന്നത്. ഫ്രാൻസിസ് പെട്ടെന്ന് ചുമരിലുണ്ടായിരുന്ന ആ ഒരു ബൾബ് പൊട്ടിച്ചതിന് ശേഷം ലിയ മുഖം കഴുകിയ ആ ഒരു ടബിലേക്ക് ആ ഒരു പൊട്ടിയ ബൾബ് എടുത്തിടുകയാണ്. ലിയയ്ക്ക് പെട്ടെന്ന് ആ ബാത്റൂം സിങ്കിൽ നിന്ന് കൈയെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് ഷോക്കേറ്റ് ലിയ താഴേക്ക് പിടഞ്ഞു വീഴുകയാണ്. ഇതേ സമയം ഡഫി എന്ന പുരോഹിതൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അതിനുശേഷം ഒറ്റയ്ക്കിരുന്ന മാക്സിൻ്റെ അടുത്ത് ചെന്ന് ഡഫി ഒരു കാര്യം പറഞ്ഞു. ആൽബി മരണപ്പെട്ടതിന് നീയല്ല കാരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ഈ കൂട്ടരിൽ എനിക്ക് വിശ്വാസമുള്ളത് നിന്നെ മാത്രമാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് സർവൈവ് ചെയ്യാൻ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പൊരുതാമെന്ന് ഡഫി മാക്സിനോട് പറയുകയാണ്. പക്ഷേ മാക്സ് പ്രതിഫലമായിട്ട് ഡഫിയോട് മറ്റൊരു കാര്യം ചോദിച്ചു. നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന പങ്ക് അതെനിക്ക് നൽകണം. മാക്സിൻ്റെ ആ ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹം കണ്ടപ്പോൾ ഡഫി അവൻ പറഞ്ഞ ആ ആഗ്രഹം നിരസിക്കുകയായിരുന്നു. കാരണം ഇവിടെ ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഒരു അനീതിയാണത്. ഡഫിയുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ മാക്സിന് ശരിക്കും പറഞ്ഞാൽ അരിശവും വൈരാഗ്യവുമാണ് അവരോട് തോന്നിയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഷെൽഫിലുണ്ടായിരുന്ന വൈനും ഭക്ഷണവും എല്ലാം അവൻ തനിയെ എടുക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് നിന്ന ഡഫി ജെ കൊടുത്ത ആ ഒരു തോക്ക് അവൻ കയ്യിലെടുക്കുകയാണ്. മാക്സിൻ്റെ നേരെ ആ തോക്ക് ചൂണ്ടിയിട്ട് അവനെടുത്ത ഭക്ഷണവും വൈനും എല്ലാം തിരികെ വെക്കാനായിട്ട് ഡഫി പറഞ്ഞു. അങ്ങനെ ആ തോക്കും ചൂണ്ടി പിടിച്ചുകൊണ്ട് മാക്സിനെ കിച്ചൻ്റെ വെളിയിലേക്ക് അവൻ ഇറക്കി വിടുകയാണ്. ഇറങ്ങിപ്പോകുന്നത് വഴി കോറിഡോറിൽ വെച്ചാണ് അവർ ഷോനയുടെ ബോഡി കണ്ടത്. ഷോനയെ ഇവിടെ കൊന്നത് വേറെ ആരും തന്നെയല്ല, ക്ലെയർ ആണ്. ആ ഒരു ബോഡി കണ്ടപ്പോൾ ഡഫി ശരിക്കും ഒന്ന് ഭയപ്പെട്ടു പോയി. ആ ഒരു സമയം മുതലാക്കി മാക്സ് തിരികെ ആ കിച്ചണിലേക്ക് കയറി. ഷോനയുടെ ബോഡിക്ക് തൊട്ടരികിലുള്ള ക്ലെയർ കരഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ്. ഷോനയുടെ ആക്രമണത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനായിട്ടായിരുന്നു ക്ലെയറിന് അവളെ കൊല്ലേണ്ടി വന്നതെന്ന് അവൾ പറയുകയാണ്. ക്ലെയർ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഡഫി ക്ലെയറിൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ക്ലെയറിനെ പിടിച്ചുകൊണ്ട് ഡഫി ലിയയുടെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ലിയ മരണപ്പെട്ട് കിടക്കുന്നതാണ് ഡഫി കണ്ടത്. അവരുടെ ആ ഒരു കൂട്ടത്തിൽ ഡഫിക്ക് കൂട്ടുണ്ടായിരുന്നത് ലിയ മാത്രമായിരുന്നു. ലിയയുടെ ആ ഒരു മരണം ഡഫിനെ വളരെയധികം വേദനിപ്പിച്ചു. ലിയയുടെ ബോഡിയുടെ അരികിലിരുന്ന് ഡഫി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ ഒരു സമയം നോക്കി ക്ലെയർ ആ മുറിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഡഫി അങ്ങനെ വിഷമിച്ച ആ മുറിയിലിരുന്ന സമയത്താണ് ഫ്രാൻസിസ് അവിടേക്ക് കയറി വന്നത്. ഫ്രാൻസിസ് ആണ് അവളെ കൊന്നതെങ്കിലും അതിൻ്റെ യാതൊരു ഭാവവും അവൻ മുഖത്ത് കാണിച്ചില്ല. അവളുടെ മരണത്തിൽ അവനും സങ്കടപ്പെടുന്നത് പോലെ അഭിനയിച്ചു. ഫ്രാൻസിസ് ആണ് അവളുടെ മരണത്തിന് പിന്നിൽ നിന്ന് ഡഫിക്ക് കാര്യം മനസ്സിലായാൽ ഡഫി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഫ്രാൻസിസിന് നേരെ ചൂണ്ടിപ്പിടിച്ചു. ഡഫി ഒരു പുരോഹിതനായതുകൊണ്ട് ഫ്രാൻസിസിന് നേരെ വെടിവെക്കാനായിട്ട് അവൻ്റെ മനസ്സിന് തോന്നിയില്ല. ഡഫിക്ക് ആരെയും തന്നെ കൊല്ലാൻ സാധിക്കത്തില്ലെന്ന് കളിയാക്കിക്കൊണ്ട് ഫ്രാൻസിസ് ഡഫിയോട് പറഞ്ഞു. ഡഫി തോക്ക് ചൂണ്ടിപ്പിടിച്ചെങ്കിലും അവന് വെടിവെക്കാൻ സാധിച്ചില്ല. ഈ ഒരു അവസരം മുതലാക്കി തന്നെയാണ് ഫ്രാൻസിസ് ഡഫിയെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഫ്രാൻസിസിൻ്റെ കളിയാക്കൽ കേട്ടുകൊണ്ടിരുന്ന ഡഫി ക്ഷമ കെട്ട് ആ തോക്കെടുത്ത് ഫ്രാൻസിസിൻ്റെ വയറിലേക്ക് വെടിവെച്ചു. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളെല്ലാം മരണപ്പെട്ടു എന്ന് വിചാരിച്ച ലിയ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ആ ഷോക്ക് ഏറ്റതിൻ്റെ ആഘാതത്തിൽ അവളുടെ ബോധം പോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളങ്ങനെ എഴുന്നേറ്റ് മുറുക്കി വെളിയിലേക്ക് വന്നപ്പോഴാണ് ഡഫി ഫ്രാൻസിസിനെ വെടിവെക്കുന്നത് അവൾ കണ്ടത്. ഇതുകൂടെ കണ്ടപ്പോൾ ലിയയ്ക്ക് ശരിക്കും ഭയമായി. അവൾ തിരികെ മറ്റൊരു മുറിയിലേക്ക് അവിടുത്തെ ബാത്റൂമിലേക്ക് ഓടിക്കയറി. ടോയ്ലറ്റിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ ലിയ വഴുതി വീഴുകയാണ്. അപ്പോൾ അവളുടെ കൈ തട്ടി ടോയ്ലറ്റിലെ ഫ്ലഷിൻ്റെ ലീഡ് തുറന്നു വരുന്നു. അവളങ്ങനെ ആ ഒരു ഫ്ലഷിലേക്ക് നോക്കിയപ്പോഴാണ് കുറേ ഗ്ലാസ് കഷ്ണം ആരോ ഒളിപ്പിച്ചു വെച്ചത് അവൾ ശ്രദ്ധിച്ചത്. അങ്ങനെ ഇതേ സമയം തന്നെ കുറച്ച് ഭക്ഷണം എടുക്കുന്നതിനായിട്ട് ക്ലെയർ കിച്ചണിലേക്ക് കയറി വരികയാണ്. കിച്ചണിലേക്ക് കയറി വന്ന ക്ലെയറിനെ മാക്സ് പെട്ടെന്ന് പേടിപ്പിക്കുന്നു. ഭക്ഷണം അന്വേഷിച്ച് വന്ന ക്ലെയറിനോട് അവൻ ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവൾ മറ്റൊരു സഹായം തനിക്ക് ചെയ്യണമെന്ന് മാക്സ് പറയും. ആദ്യമേ അവൻ്റെ ബെൽറ്റ് ഊരാൻ വന്നപ്പോൾ അവൾ അവനെ വഴകി കൊടുക്കണമെന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ ആ ബെൽറ്റ് എടുത്ത് അവൻ ക്ലെയറിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുകയായിരുന്നു. ഈ സമയത്താണ് ഡഫി അവിടേക്ക് കയറി വന്നത്. ക്ലെയറിൻ്റെ കഴുത്തിൽ നിന്ന് ആ ബെൽറ്റിൻ്റെ പിടിവിടാനായിട്ട് മാക്സിനോട് ഡഫി പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല. അതുകൊണ്ട് യാതൊരു വഴിയുമില്ലാതെ ഡഫി അവന് നേരെ വെടിയുതിർത്തു. പെട്ടെന്ന് ഡഫിയുടെ പുറകെ ഫ്രാൻസിസ് വന്ന് അവൻ വാതിലിന് മുകളിൽ ഒളിപ്പിച്ചിരുന്ന ആ മൂർച്ചയുള്ള വലിയ ഗ്ലാസ് കഷ്ണം എടുത്ത് അവൻ്റെ പുറത്ത് കുത്തി. അതിനുശേഷം ഡഫിയുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ തോക്കെടുത്ത് ഫ്രാൻസിസ് ക്ലെയറിനെ വെടിവെച്ച് കൊന്നു. പുറത്ത് കുത്തേറ്റ ഡഫി തന്നെ ജീവനോടെ വെറുതെ വിടണമെന്ന് ഫ്രാൻസിസിനോട് കെഞ്ചി. പക്ഷേ അവൻ അതൊന്നും വകവെച്ചില്ല. അവൻ ആ തോക്കെടുത്ത് ഡഫിയെയും വെടിവെച്ച് കൊന്നു. അങ്ങനെ ഈ ഒരു ഗെയിമിൽ ഫ്രാൻസിസ് വിജയിച്ചു എന്നാണ് അവരിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അവൻ ഈ കൊലപാതകമെല്ലാം നടത്തിയതും ആ ഒരു പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അവനെങ്ങനെ ആ ഗെയിം ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ആ ലിവിംഗ് റൂമിലിരുന്ന് ആഘോഷിക്കുകയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഓർഗനൈസറായിട്ടുള്ള ആളോട് അവൻ ആ ഹാളിൽ നിന്നുകൊണ്ട് അവൻ്റെ പ്രതിഫലമായിട്ടുള്ള 5 മില്യൺ നൽകണമെന്ന് അവൻ പറയുകയാണ്.
ലിയ മരിച്ചിട്ടില്ല എന്ന കാര്യം ഫ്രാൻസിസിന് ഇപ്പോഴും അറിയത്തില്ലായിരുന്നു. ഇതേ സമയം ലിയ ഒരു ചെറിയ തുണി എടുത്തുകൊണ്ട് അവൾക്ക് കിട്ടിയ ആ ഒരു ഗ്ലാസ് കഷ്ണം കയ്യിൽ പിടിക്കുകയാണ്. അതിനിടയിലാണ് ആ ഫ്ലഷിൻ്റെ ലിഡ് അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണത്. താഴെ വീഴുന്ന ആ ശബ്ദം കേട്ട് ഫ്രാൻസിസിനൊരു കാര്യം മനസ്സിലായി, ഒരാൾ കൂടെ ജീവനോടെ ഇവിടെ ഉണ്ടെന്ന്. ഫ്രാൻസിസ് അവളെ തേടി മുകളിലത്തെ നിലയിലേക്ക് ചെന്നപ്പോൾ ഫ്രാൻസിസിനെ തള്ളിയിട്ടുകൊണ്ട് ലിയ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. പക്ഷേ ഫ്രാൻസിസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവനും അവളെ പുറകെ തന്നെ പിന്തുടർന്നു. അങ്ങനെ ലിയ അവൻ്റെ അരികിൽ നിന്ന് ഓടി ഒരു ബെഡിനടിയിലേക്ക് ഒളിക്കുകയാണ്. പക്ഷേ അവൾ എവിടെയാണെന്നുള്ള കാര്യം ഫ്രാൻസിസിന് മനസ്സിലായി. അവൻ ആ മുറിയിലേക്ക് കയറി വന്ന് ആ ബെഡെടുത്ത് പൊക്കിയെടുത്ത് മാറ്റിയതിനു ശേഷം ലിയയുടെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അവളെ കാലെ പിടിച്ച് വലിക്കുന്ന ആ സമയത്ത് തന്നെ ലിയ അവളുടെ കയ്യിലുള്ള ആ ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് അവൻ്റെ കാലിൽ കൊത്തി. ലിയ അങ്ങനെ വീണ്ടും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഫ്രാൻസിസ് ആണെങ്കിൽ മുറിവേറ്റ ആ കാലുമായിട്ട് അവളുടെ പുറകെ തന്നെ പിന്തുടരുകയാണ്. അങ്ങനെ ഓടിപ്പോയപ്പോഴാണ് ലിയ ഒരു ബാൽക്കണിക്ക് അരികിലേക്ക് എത്തുന്നത്. അവൾക്കിനി മുൻപോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല. ബാൽക്കണിയുടെ അരികിൽ നിൽക്കുന്ന ലിയയെ കണ്ടപ്പോൾ ഫ്രാൻസിസ് ഓടി വന്ന് അവളെ തള്ളി താഴെ ഇടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ച് കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. അവർ താഴേക്ക് വീണപ്പോൾ താഴെ ഉണ്ടായിരുന്ന ആ വലിയ ടേബിളിന് മുകളിലേക്കാണ് അവർ രണ്ടുപേരും വീണത്. ഫ്രാൻസിസ് വീണതിന് ശേഷം അവളുടെ മുകളിലായിട്ടാണ് ലിയ വീണത്. കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് ലിയ ഒരു കാര്യം മനസ്സിലാക്കിയത്. ലിയയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗ്ലാസ് ഫ്രാൻസിസിൻ്റെ വയറിൽ കുത്തിത്തറച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഫ്രാൻസിസും മരണപ്പെടുകയാണ്. അങ്ങനെ ഫ്രാൻസിസിൻ്റെ മരണത്തോടു കൂടി ലിയയാണ് ഇപ്പോൾ ആ ഗെയിമിൻ്റെ വിന്നർ. പക്ഷേ ലിയയ്ക്ക് ആ കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരുന്നു. അവളെ പ്രതിഫലത്തിന് വേണ്ടിയോ ആ ഗെയിമിന് വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല ഇതൊക്കെ ചെയ്തത്. അതുമാത്രമല്ല, കയ്യബദ്ധത്തിലാണെങ്കിൽ പോലും അവളിപ്പോൾ ഒരാളെ കൊന്നു. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ലിയയുടെ മുൻപിലുണ്ടായിരുന്ന ഒരു വാതിൽ തനിയെ തുറന്നത്. ലിയ ആ വാതിലിനിപ്പറയുള്ള ആ വലിയ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നപ്പോൾ ആ ഹാളിൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരു ബാഗ് കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾക്ക് ലഭിക്കാനുള്ള ആ പ്രതിഫലമായിട്ടുള്ള 5 മില്യൺ രൂപയായിരുന്നു ആ ബാഗിനകത്തുണ്ടായിരുന്നത്. അവളങ്ങനെ ആ ബാഗും പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് വീണ്ടും നടന്നപ്പോൾ മറ്റൊരു വാതിൽ കാണുകയാണ്. അങ്ങനെ ആ വാതിലും തുറന്ന് അവൾ മുൻപിലേക്ക് കയറി ചെന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് മറ്റൊരു വീട്ടിലേക്കുള്ള മറ്റൊരു കവാടമായിരുന്നു. അവിടെയും അവളെപ്പോലെ തന്നെ ബാഗ് പിടിച്ചുകൊണ്ട് കുറച്ചുപേർ ഓരോ മൂലയ്ക്കിരിക്കുകയായിരുന്നു. അവരെല്ലാവരും ഇവളെപ്പോലെ തന്നെ ഇതേപോലെ ഗെയിം കളിച്ച് ജയിച്ചു വന്നവരാണ്. ലിയയെപ്പോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും. അവരെല്ലാവരും ഭയപ്പെട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അവരെ എല്ലാവരെയും ആ മുറിയിൽ കണ്ടപ്പോൾ ലിയയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും നേരം ഇവൾ കളിച്ചത് ഗെയിമിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. ഗെയിമിൻ്റെ മറ്റൊരു സ്റ്റേജിലേക്ക് ഇവൾ കയറുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ഭയാനകമായ സത്യാവസ്ഥ മനസ്സിലാക്കിയ ലിയയെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്.